ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു പെപ്പ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്ത് നമുക്ക് വീണ്ടും തുടങ്ങാം. റിസർച്ച് മെത്തോളജിയുടെ അടുത്ത പാട്ട് എന്തായാലും നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇനി അതുപോലത്തെ ഒരു സാധനം വരാണ്ട് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ് ഒക്കെ പല പല സമയങ്ങളിലായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഭാഗങ്ങളാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഒക്കെ. നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം. നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും റിസർച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സാമ്പിളിങ് പഠിക്കും. അത് നമ്മൾ പ്രോബബിലിറ്റി എന്തായാലും പഠിക്കും, നോൺ പ്രോബബിലിറ്റി എന്തായാലും കൂടെ പഠിക്കും. അപ്പം എന്താണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് നോൺ പ്രോബബിലിറ്റി എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ടൈപ്സ് ഒന്നും അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സാമ്പിളിംഗ് മെത്തേഡ് മാത്രം ചോദിക്കാം. അതിൽ ഏതൊക്കെ ടൈപ്സ് എന്ന് പറയാം, നോൺ പ്രോബബിലിറ്റിയും പ്രോബബിലിറ്റിയും. പിന്നെ ഒന്നുള്ളത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ ടൈപ്സും കാര്യങ്ങളും മാത്രം ചോദിക്കാം. അല്ലെങ്കിൽ ഒന്ന് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ ടൈപ്സും കാര്യങ്ങളും. അല്ലെങ്കിൽ ഇത് രണ്ടും ചോദിച്ചിട്ട് വലിയ മാർക്കിന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിൽ ചോദ്യം വരാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എങ്ങനെ ചോദിക്കാം അല്ലേ. is one method in which there is no way of assessing the probability of elements of population being included in sample. സാമ്പിളിനകത്തുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി നോൺ പ്രോബബിൾ ആയിരിക്കും. Method often used when random sampling is not feasible. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലും സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിലും അതുപോലെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിലൊക്കെ റാൻഡം സാമ്പിളിങ് പോസിബിൾ ആയിരുന്നു. പക്ഷേ ചില പോപ്പുലേഷനകത്ത് ചില ഇടങ്ങളിൽ ചില സാമ്പിളിംഗ് മെത്തേഡിനകത്ത് നമുക്ക് എന്താ പറയും, ഈ പറയുന്ന സാമ്പിളിംഗ് ഒരിക്കലും ഫീസിബിൾ ആയിരിക്കില്ല, നടക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനത്തെ ഒരു പോപ്പുലേഷൻ ആയിരിക്കും. അപ്പം എന്ത് ചെയ്യുമ്പോൾ ദേ ക്യാൻ ഇൻട്രൊഡ്യൂസ് ബയാസ് ആൻഡ് ലിമിറ്റ് ദ ജനറലൈസബിലിറ്റി ഓഫ് ദ ഫൈൻഡിങ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോപ്പുലേഷൻ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എന്തുണ്ടാകേണ്ട ലിമിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, പോപ്പുലേഷൻ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രോബബിലിറ്റി സാമ്പിളിനകത്ത് ഈ പറഞ്ഞ ജനറലൈസബിലിറ്റി പൊതുവേ കുറവായിരിക്കും. കാരണം എല്ലാ പോപ്പുലേഷനിലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഈ പറഞ്ഞ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെ റാൻഡം സെലക്ഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. പ്രശ്നമല്ല, മീൻസ് അത് നടക്കുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ പറയുന്ന ഈ നാല് ടൈപ്സ് മാത്രം, ഓൺലി ഈ 4 ടൈപ്സ് അല്ലെങ്കിൽ ഈ 4 ടെക്നിക്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്തിനു വേണ്ടി? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് കുറിച്ച് പഠിക്കുന്ന സമയത്ത്. അതിൽ ഒന്നാമത്താണ് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ്, രണ്ടാമത്തെ ആക്സിഡൻ്റൽ സാമ്പിളിംഗ്, അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റൽ സാമ്പിളിംഗ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ് ആൻഡ് സാച്ചുറേഷൻ സാമ്പിളിംഗ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്താണെന്ന്, പക്ഷേ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓരോന്ന് പഠിക്കാം. ഒന്നാമത്തെ കോട്ട സാമ്പിളിംഗ്. എന്താണ് കോട്ട സാമ്പിളിംഗ്? കോട്ട സാമ്പിളിംഗ് എന്ന് വായിച്ചു നോക്കുക. ഇത് ഐഡന്റിഫൈ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർ ആട്രിബ്യൂട്ട്സ് ഓർ വേരിയബിൾസ് യു വിഷ് ടു എൻഷുർ ദ അഡിക്വേറ്റ്ലി റെപ്രസെന്റ് ഇൻ യുവർ സാമ്പിൾ. ഒരു സാമ്പിളിനകത്ത് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനകത്തുള്ള ഒരു സാമ്പിളിനകത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം, അല്ലെങ്കിൽ പ്രത്യേക വേരിയബിൾസ് മാത്രം, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ റെപ്രസെന്റ് ചെയ്യുന്ന ചില പ്രത്യേക സാധനങ്ങൾ മാത്രം പോപ്പുലേഷനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോട്ട സാമ്പിളിംഗ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ഈ കോട്ട സാമ്പിളിംഗ് അതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് തമ്മിൽ ചില സാമ്യതകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡിഫറൻസുകളുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോട്ടാസ് റെപ്രസെന്റ് ഡിസൈർഡ് പ്രൊപ്പോർഷൻ ഓഫ് ദ ഈച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സാമ്പിൾ. ഇവിടെ നമ്മൾ സ്ട്രാറ്റയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? കോട്ടകളാണ്. ഓരോ കോട്ടയായിട്ട് ഉണ്ടായിരിക്കാം. The quota sampling does not nearly the random selection of the individual from the population. ഈ 3 പോയിന്റുകൾ ഒന്ന് പറയുന്നത് പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേക ആട്രിബ്യൂട്ട്സുകൾ മാത്രം ഒരു പ്രത്യേക പോപ്പുലേഷൻ സാമ്പിൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈച്ച് ക്യാരക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു പ്രൊപ്പോർഷനേറ്റ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിനകത്തുള്ള ചില സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്റ്റഡി നടത്താൻ പോവുകയാണ്. സ്റ്റഡി നടത്താൻ പോകുമ്പോൾ ഒരു വലിയൊരു പോപ്പുലേഷൻ അതിന് നമുക്ക് റാൻഡം സാമ്പിളിംഗ് ഒരിക്കലും പോസിബിൾ അല്ല പോപ്പുലേഷനകത്ത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നാട്ടിൽ ഉള്ള വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ ഗ്രൂപ്പ് ആക്കും. ഇതെങ്ങനെ പല കോട്ടകളായിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേറെ പല കോട്ടകളായിട്ട് ഒന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഏജ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഏജ് റേഞ്ചിൽ ഈ പറയുന്ന 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പ്, 30 വയസ്സ് മുതൽ 31 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളൊരു ഗ്രൂപ്പ്, പിന്നെ ഒന്നുള്ളത് 50+ റിട്ടയർഡ് ആവാനായ ആൾക്കാർ. ഇങ്ങനെ നമ്മൾ പല കോട്ടകളാക്കും. പല കോട്ടകളിനകത്ത് തന്നെ നമുക്ക് ഇവരെ ഇതിൽ എന്തൊക്കെയാം, ഇവിടെ സ്പെസിഫിക് എന്താ പറയുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം.
ഓക്കെ, ഇവരൊക്കെ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഈ പല കോട്ടകളാക്കുക അതായത് സ്ട്രാറ്റ് ആക്കുന്ന പോലെ പല കോട്ടകളാക്കുക, പല കോട്ടകളായിട്ട് അവിടുന്ന് റാൻഡം സെലക്ഷൻ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അതിൽ നിന്ന് കൃത്യമായിട്ട് ആളെ പിക്ക് ചെയ്യുന്ന പരിപാടിയാണ് ക്വാട്ട സാമ്പിളിംഗ് എന്നുള്ളത്. ഇവിടെ പ്രൊപ്പോർഷനേറ്റ് കൂടി ആയിരിക്കണം. ഓക്കെ, ഓരോന്നും നമ്മൾ എടുക്കുന്നതിന് ഇത്ര പെർസെൻറ്റേജ് ഇവന് വേണ്ടി വരും, ഇത്ര പെർസെൻറ്റേജ് ഇവന് എടുക്കേണ്ടി വരും, ഈ പ്രൊപ്പോർഷനേറ്റ് കൂടി ആയിരിക്കണം ഈ പറഞ്ഞ ക്വാട്ട സാമ്പിളിംഗ്. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ റാൻഡം സെലക്ഷൻ ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളതാണ്. ഇവിടെ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് റാൻഡം സെലക്ഷൻ ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ആ പല കോട്ടകളിനകത്തുനിന്ന് ഇന്നൊരു കോട്ട ഉണ്ടായിക്കാണ്. നേരത്തെ പറഞ്ഞത് പല കോട്ടകൾ ഉണ്ടായിക്കായിരുന്നു. ഇത് ഒരുപാട് ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ ജോബ് സീക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പല ഏജ് റേഞ്ചിലുള്ളത്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒരു കോട്ട എങ്ങനെയാണ് എടുത്തത്? ഇവിടെ പല കോട്ടകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നൊരു സ്പെസിഫിക് കോട്ട എടുത്തു. 50+ ഉള്ള ആൾക്കാരെ ഒക്കെ 50+ ഉള്ള മാത്രം എടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് പിക്ക് ചെയ്യുക. ഓക്കെ, ഒരാളെ ഹാൻഡ് പിക്ക് ചെയ്യും. അങ്ങനെ അതിന് സെലക്ട് ചെയ്യും. ഒരാൾ വേണമെങ്കിൽ ഒരാളെ 5 പേരാണെങ്കിൽ ഓരോ ആവശ്യത്തിനനുസരിച്ച് ഹാൻഡ് പിക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഒരു കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ റാൻഡം സെലക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അതാണ് ഒന്നാമത്തത്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, കോട്ട സാമ്പിളിംഗ്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് പ്രധാനമായിട്ടും ഫസ്റ്റ് എന്ത് ചെയ്യണം? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്, അതിന് മെയിൻ 4 ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു, ഇതിൽ മെയിൻ ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കോട്ട സാമ്പിളിംഗ് എന്താണെന്ന് പറഞ്ഞു. ആ 3 പോയിന്റ്സ്. ഓക്കെ, എന്താണ് എടുക്കുന്നത്, പ്രൊപ്പോർഷനേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നോൺ റാൻഡം സാമ്പിളിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനായി. പിന്നെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. ഓക്കെ, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ പറയുന്ന കോട്ട സാമ്പിളിംഗ് ആയതുകൊണ്ട് നോക്കാം. കോട്ട സാമ്പിൾ ആർ ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മീൻസ് വെൻ ക്യുക്ക് ആൻഡ് ക്യൂഡ് റിസൾട്ട് ഡിസൈഡ്. നമുക്ക് പെട്ടെന്ന് എടുക്കാനും അതുപോലെ തന്നെ ക്യൂഡായിട്ട് റിസൾട്ട് എടുക്കാനൊക്കെ പറ്റുന്നതാണ് ഈ പറഞ്ഞ കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എ കൺവീനിയൻറ്റ് ആൻഡ് ലെസ് കോസ്റ്റ്ലി ദാൻ മെനി അതർ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്. മറ്റുള്ള മെത്തേഡ്സ് നോക്കുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോട്ട സാമ്പിളിംഗ് മറ്റ് മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കൺവീനിയൻ്റ് ആണ്, അതുപോലെ തന്നെ ലെസ് കോസ്റ്റ്ലി ആണ്. നമ്മളെപ്പോഴും ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോസ്റ്റ് എഫക്റ്റീവ് ആണോ, അതുപോലെ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ. കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ സാമ്പിളിങ്ങിനോട് ശ്രദ്ധിക്കണം. അതായത് പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റി ആണെങ്കിലും നോൺ പ്രോബബിലിറ്റി ആണെങ്കിലും നല്ല കോസ്റ്റ് എഫക്റ്റീവായ മെത്തേഡാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. The greater extent can guarantee the inclusion of individual from the different strata from population. നമ്മൾ സ്ട്രാറ്റിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം ഡിഫറെൻറ്റ് സ്ട്രാറ്റ. നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രാറ്റയിൽ നിന്ന് ആൾക്കാർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പകരം നമ്മൾ കോട്ടകളാണ്. കാരണം കോട്ടകൾക്ക് പ്രത്യേക അട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്ട്രാറ്റിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ബയസ്ഡ് ഈ വരുന്ന കോട്ടകത്ത് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമുക്കറിയാം ഏതൊരു ടെക്നിക്കാണെന്നുണ്ടെങ്കിലും അതിന് അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ എന്തുണ്ടായിരിക്കും? ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. സിൻസ് ദ പാർട്ടിസിപ്പൻസ് ആർ നോട്ട് സെലക്ടഡ് ത്രൂ ദ റാൻഡം സാമ്പിളിംഗ് ദർ ഈസ് എ റിസ്ക് ഓഫ് സെലക്ഷൻ ബയാസ്. അതുകൊണ്ട് തന്നെ ഈ റാൻഡം സാമ്പിളിംഗ് നടക്കാത്തതുകൊണ്ട് തന്നെ സെലക്ഷൻ ബയാസ് ഉണ്ടാവും. ഈ പറയുന്ന നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അങ്ങനത്തെ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് സെലക്ഷൻ ബയാസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ജനറലൈസിങ് ഫൈൻഡിങ് ടു ബ്രോഡർ പോപ്പുലേഷൻ ക്യാൻ ബി പ്രോബ്ലമാറ്റിക്. ഈ പറയുന്ന നമ്മളൊരു കോട്ട എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനകത്ത് ഒരു കോട്ട ഉണ്ടാക്കുന്നു. ആ കോട്ട നമുക്ക് ഈ പറയുന്ന ജനറൽ പോപ്പുലേഷനകത്തേക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, നമ്മൾ ജനറലൈസേഷനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റിസർച്ചിൻ്റെ ഏറ്റവും നമ്മൾ പറയും ഇതൊരു നെഗറ്റീവ് അല്ല ശരിക്കും ജനറലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സൈക്കോളജിക്കൽ റിസർച്ചിൽ അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജിക്കകത്ത് ജനറലൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നമുക്കറിയാം വലിയൊരു പോപ്പുലേഷനകത്ത് നമുക്ക് എല്ലാവരെയും സെലക്ട് ചെയ്ത് എല്ലാ പോപ്പുലേഷനിലും നമുക്ക് ഈ പറയുന്ന ഇതെടുക്കാൻ പറ്റില്ല. നമുക്ക് സാമ്പിളിൽ നിന്ന് മാത്രമേ ഈ പറയുന്ന ഡാറ്റ കളക്ട് ചെയ്യാനും ഒരു അനാലിസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ജനറലൈസബിലിറ്റി പലപ്പോഴും വളരെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇറ്റ് ഈസ് എ ചലഞ്ചിങ് ടു കാൽക്കുലേറ്റ് ദ മാർജിൻ ഓഫ് എറർ കോട്ട സാമ്പിളിംഗ് വിച്ച് മേക്സ് എ ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദി പ്രിസിഷൻ ഓഫ് ഫൈൻഡിങ്. അതുപോലെ പ്രിസിഷൻ കാരണം നമുക്ക് എന്ത് ചെയ്യാം? ചലഞ്ചിങ് ടു കാൽക്കുലേറ്റ് ദ മാർജിൻ ഓഫ് ഓരോ കോട്ടക്കകത്തുണ്ടാവുന്ന എററുകൾ മാർജിൻ ചെയ്യാനും അതുപോലെ തന്നെ സാമ്പിളിങ്ങിനകത്തുണ്ടാവുന്ന ഡിഫിക്കൽട്ടി എസ്റ്റിമേറ്റ് ചെയ്യാനും അതുപോലെ പ്രിസിഷൻ വളരെ കുറവായിരിക്കും കൂടി പറയുന്നുണ്ട്. ഓക്കെ, എന്ത് ഇതാണെന്നുണ്ടെങ്കിലും ടെക്നിക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അടുത്തത് ആക്സിഡൻ്റൽ സാമ്പിളിംഗ്. ഓക്കെ, ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ദ മെത്തേഡ് രണ്ടാമത്തെ നോട്ട് ചെയ്യുക. രണ്ടാമത്തേതാണ് ദ മെത്തേഡ് ദാറ്റ് ഇൻവോൾവ് സെലക്ടിങ് ഇൻഡിവിജ്വൽ ഐറ്റം ഓർ എ സാമ്പിൾ ബേസ്ഡ് ഓൺ ദെയർ ഈസി ആക്സസിബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഓക്കെ, ഈ പൊതുവേ ഈ പേര് എവിടെയും കേൾക്കാറില്ല ആക്സിഡൻ്റൽ സാമ്പിളിംഗ്. ആക്സിഡൻ്റൽ സാമ്പിൾ നമുക്ക് എന്ത് നിൽക്കുക? കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇതായിരിക്കും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായി. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നാണ് ഇത് പറയുക. കാരണം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ്
accidental sampling. Okay, this method is often used when the researcher choose the most convenient, okay, most convenient, researcher most convenient ആയിട്ട് രീതിയിൽ or readily available participant often due to practical constraint limited resources. അപ്പോൾ കുറഞ്ഞ സമയമേ ഉള്ളൂ അല്ലെങ്കിൽ കുറഞ്ഞ ഈ പറയുന്ന റിസോഴ്സേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ഡാറ്റ എന്ത് ചെയ്യണം. പൊതുവേ നമ്മുടെ കോളേജുകളിൽ റിസർച്ചുകളൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൺവീനിയൻറ്റ് റിസർച്ച്. നമ്മൾ സാമ്പിളിംഗ് നടത്തിയതിൽ കൺവീനിയൻറ്റ് ഡാറ്റ കളക്ഷൻ, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് വയ്യാന്ന് പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ ആക്സസിബിലിറ്റി ആയിട്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പം ഒരു റിസർച്ച് നടത്തുന്നത് എങ്ങനെയായിരിക്കും, ഓക്കെ, ഒരു ഡിപ്രഷനും അതുപോലെ തന്നെ അക്കാദമിക് അച്ചീവ്മെൻറ്റും അല്ലെങ്കിൽ മറ്റേ പ്രോക്രാസ്റ്റിനേഷനും അക്കാദമിക് അച്ചീവ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ പഠിക്കാനുള്ള ശ്രമം നമുക്ക്. ആ സമയത്ത് നമ്മൾ പറയും നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ അഡൽട്സ് ആണ് എന്നൊക്കെ പറയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനെ നമ്മൾ അവിടെ നിന്ന് ഡാറ്റ എടുക്കാറുണ്ട്. അതാണ് കൺവീനിയൻ്റ്. നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളതോ അവൈലബിൾ ആയിട്ടോ ഉള്ളത് നമ്മൾ റാൻഡംലി അല്ലാതെ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ആക്സിഡൻ്റൽ സാമ്പിളിംഗ്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരാണ് അത് പറഞ്ഞാൽ കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഓക്കെ, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഓക്കെ, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഇവിടെ റിസർച്ചിലുണ്ട്, ഇവിടെ കുറേ പോപ്പുലേഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ എടുക്കുന്ന നോക്കിയാൽ ഈ പറയുന്ന പർപ്പിളിനെ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ബാക്കിയുള്ളവരെ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റഡി നടത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കോഫി കുടിക്കുന്ന, ചായ കുടിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മുഴുവൻ കുട്ടികളും അവിടുന്ന് ചായ കുടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്തൽ ബുദ്ധിമുട്ടാണോ, എന്ത് ചെയ്യും, നമ്മൾ കോളേജിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീനിൽ റെഗുലറായിട്ട് കോഫി കുടിക്കുന്ന ആൾക്കാരെ അടുത്ത് പോയിട്ട് ഡാറ്റ ഇട്ട് കളക്ട് ചെയ്തിട്ട് എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, മൊത്തം പോപ്പുലേഷൻ ജനറലൈസ് ചെയ്യാൻ ശ്രമം നടത്തും. ജനറലൈസേഷൻ പലപ്പോഴും ഇവിടെ പോസിബിൾ അല്ല എങ്കിലും അങ്ങനെയാണ് പൊതുവേ റിസർച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റിസർച്ച് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് മൊത്തത്തിൽ കോളേജ് സ്റ്റുഡൻസ് എല്ലാവർക്കും ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ജനറലൈസേഷൻ നടത്താൻ ചെയ്യാറുള്ളത്. അതാണ് രണ്ടാമത്തെ കൺവീനിയൻസ് സാമ്പിളിംഗ് ഒരു ആക്ഷൻ സാമ്പിളിംഗ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു, ഒന്നാമത്തേത് പറയുന്നത് ക്വാട്ട സാമ്പിളിംഗ്, രണ്ടാമത്തത് കൺവീനിയൻറ്റ് ഓർ ആക്സിഡൻ്റൽ സാമ്പിളിംഗ്. ഓക്കെ, ഇനി അടുത്തൊരു സാമ്പിളിംഗ് നോക്കാം. അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടി നോക്കണം അല്ലേ. ഓക്കെ, ഒന്ന് പ്രാക്ടിക്കാലിറ്റിയാണ്, കാരണം ഇത് പ്രാക്ടിക്കലാണ്, ഇതാണ് കൂടുതൽ നടക്കുന്നത്. ഈ പറയുന്ന ആക്സിഡൻ്റൽ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഈസിയാണ്, നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്, ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ റിസോഴ്സ് കുറവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തത് കോസ്റ്റ് എഫിഷ്യൻസി ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ മാതിരി ഈ നോൺ പബ്ലിക് സാമ്പിളിങ്ങിന് പലപ്പോഴുള്ള എന്താ പറയുക സുഖം ഏർപ്പെടുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് നമുക്കൊരു ഡാറ്റ നടത്തണം, നമുക്ക് ഈസിയാണ്, പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കൺവീനിയൻ്റ് ആയി നമ്മളെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്കത് എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ പിന്നെ നോൺ പബ്ലിക് സാമ്പിളിംഗ് എന്താണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ലിമിറ്റേഷൻസ് നിന്ന് സെലക്ഷൻ ബയാസ്, ഉറപ്പായിട്ടും സെലക്ഷൻ ബയാസ് ഉണ്ടാകുന്നത്, ലാക്ക് ഓഫ് ജനറലൈസബിലിറ്റി, ലിമിറ്റഡ് സ്കോപ്പ്, പിന്നെ ആ ഡാറ്റ ഉപയോഗിച്ച് കൂടുതലായിട്ടുള്ള ഫർദർ സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള ഇത് കുറവായിരിക്കും. അതാണ് ഈ ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജഡ്ജ്മെൻ്റൽ ഓർ പേർപ്പസീവ് സാമ്പിളിംഗ്. പേര് പോലെ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് ആണ്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല, ചില എക്സ്പേർട്സ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ നോക്കാം. A sampling method that focus on the very specific categories, okay, units of individual are chosen. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ പോപ്പുലേഷൻ അവിടെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്കെ, സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ആൾസോ നോൺ ആസ് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്. ഓക്കെ, ഈ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പറയുന്ന നടത്തുന്ന ആൾക്കൊരു ആ ഒരു ഏരിയയിൽ എക്സ്പെർട്ടൈസ് ആവണം. ഓക്കെ, ആ പേരിൽ പ്രത്യേകം ജഡ്ജ് ചെയ്യാൻ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. ഓക്കെ, എല്ലാവരും കൂടി പോയിട്ട് ഈ പറയുന്ന ജഡ്ജ്മെൻറ്റൽ മെത്തേഡ് യൂസ് ചെയ്യാൽ പർപ്പസീവ്ലി സെലക്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇത് ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് സം ബിലീഫ് ദാറ്റ് സാമ്പിൾ ബീങ് ആൻഡ് പിക്ഡ്. ഓക്കെ, ഈ ഒരു ഏരിയ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ. handpicked is typical of the population, is a very good representative of the population. കാരണം എന്താ വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ എക്സ്പെർട്ടൈസ് ആയിരിക്കണം, എക്സ്പേർട്ട് ആയിരിക്കണം. ഓക്കെ, ഇത് ചെയ്യുന്ന ആൾ റിസർച്ചർ എന്ത് ചെയ്യണം, എക്സ്പേർട്ട് ആയിരിക്കും. കാരണം അപ്പോഴേ അവർക്ക് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും നല്ലതെന്ന് പറയുന്ന വെരി ഗുഡ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹാൻഡ് പിക്ക് ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടിയും ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം എന്നുകൂടി ഈ ജഡ്ജ്മെൻറ്റൽ പർപ്പസ് സാമ്പിളിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകതയാണ്. ഓക്കെ, പറയുമ്പോൾ എല്ലാം ഒരുപോലെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവിടെ ചെയ്യുന്ന പ്രോസസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, കുറച്ചുകൂടിയും റാൻഡം സെലക്ഷൻ ആയിരിക്കില്ല, നോൺ റാൻഡം സെലക്ഷൻ ആയിരിക്കും, മിക്കവാറും ഹാൻഡ് പിക്കിംഗ് ആയിരിക്കും. വലിയൊരു പോപ്പുലേഷനെ കവർ ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു പോപ്പുലേഷന് മാത്രം എടുക്കുന്നൊക്കെ ഉണ്ടായിരിക്കുള്ളൂ.
ഓക്കെ, അതൊക്കെയാണോ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി, അത് ഇത്രയും വലിയ പോപ്പുലേഷനകത്തുനിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ പറയുന്നത്, അത് എല്ലാവർക്കും പറ്റില്ല, അത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ജഡ്ജ്മെന്റ് സാമ്പിളിങ്ങിനകത്തുള്ളത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇത് റെലവൻസ് ആണ്. ഈ പറയുന്ന സാധനം ഈ പറയുന്ന നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാരെ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ഒരു പ്രത്യേക പോപ്പുലേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി റെലവൻ്റ് ഉള്ള സ്റ്റഡി ആയിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിനകത്ത് സ്റ്റഡി നടത്തുകയാണ്, ഒരു പ്രത്യേക റയർ ഡിസീസിനെ കുറിച്ച് സ്റ്റഡി നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഏരിയ ഫിസിഷ്യന്മാർക്കേ പറ്റുള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്ന ആ റെലവൻ്റ് ആയ സ്റ്റഡിയാണ്. അപ്പോൾ ആ സ്റ്റഡിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ റെലവൻസ് ഉള്ള സ്റ്റഡീസ് അവരെടുക്കുന്നു എന്നുള്ളത്. പിന്നെ എഫിഷ്യൻസി, ഓക്കെ, നല്ല എഫിഷ്യൻസി ആയിരിക്കണം. കാരണം എന്താ വെച്ചാൽ ആ സ്റ്റഡി ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് അതുകൊണ്ട് നല്ലൊരു എന്താ പറയുക ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഒരു ഇൻഫറൻസിൽ എത്താൻ പറ്റും, ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. കാരണം അത് കാര്യമായി മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റഡി ആയിരിക്കും. പിന്നെ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഓക്കെ, റിസർച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പ്ലോറേറ്ററി ആയിരിക്കും, പുതിയതായി കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ്ങിനകത്ത്. ഓക്കെ, പിന്നെ ഉള്ളത് സെലക്ഷൻ ബയാസ്. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ ബയാസ്ഡ് വരാൻ സാധ്യതയുണ്ട്. ജനറലൈസബിലിറ്റി വളരെ 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 കുറവായിരിക്കും, ഭയങ്കര സബ്ജക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ എക്സ്പേർട്ടിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഭയങ്കര സബ്ജക്റ്റീവ് ആയിരിക്കും, ഭയങ്കര സബ്ജക്റ്റീവായ റിസൾട്ട് ആയിരിക്കും വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇപ്പം ക്വാട്ട, ആക്സിഡൻ്റൽ ആൻഡ് പർപ്പസീവ് ജഡ്ജ്മെൻ്റൽ സാമ്പിളിങ്. ഇനി അടുത്തതാണ് സ്നോബോൾ സാമ്പിളിങ്. ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും സ്നോബോൾ സാമ്പിളിങ് അല്ലേ. സ്നോബോൾ സാമ്പിളിങ് നമുക്ക് അറിയാം, ഇതൊരു ഭയങ്കര രസകരമായിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി സീക്രട്സ് ഒക്കെ എന്താ പറയുക കീപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് sampling ആയിരിക്കും സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ, ഓഫൺ യൂസ് ദ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പർട്ടിക്കുലർലി ഇൻ കേസസ് വേർ ദ ടാർഗറ്റ് പോപ്പുലേഷൻ ഡിഫിക്കൽട്ട് ടു ആക്സസ്. നമ്മളല്ലെങ്കിലേ ഈ പറയുന്ന നോൺ പോപ്പുലേറ്റീവ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങളെ ഈ പോപ്പുലേഷനെ ഈ സാമ്പിൾ യൂസ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് ഇൻവോൾവ് ദ ഇനീഷ്യൽ പാർട്ടിസിപ്പൻറ്റ് ഹൂ ഈസ് നോൺ ആസ് ദ സീഡ്. ഓക്കെ, ഈ രണ്ട് ടേം എഴുതണേ, സീഡ് ആൻഡ് ഇൻഫോർമൻറ്റ് റഫറിങ് ഓർ നോമിനേറ്റിംഗ് ആൻഡ് അഡീഷണൽ പാർട്ടിസിപ്പൻറ്റ്. ഓക്കെ, സ്നോബോൾ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് അറിയാം അല്ലേ. ഓക്കെ, സ്നോബോൾ എന്ന് പറഞ്ഞാൽ മണ്ണിലൊക്കെ നമ്മളൊരു ചെറിയ കുഞ്ഞു ബോൾട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുട്ടിയിടുകയാണെങ്കിൽ വലുതായി 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 വരുന്ന ആണോ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സ്നോബോളിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾക്ക് ആ ഡാറ്റ ഈ പറയുന്ന പോപ്പുലേഷൻ അത്യാവശ്യം ഭയങ്കര റയറായിട്ട് ഡിസീസുള്ള ആൾക്കാർക്ക്, ഓക്കെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ അത്ര കമ്മ്യൂണിറ്റി ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്ക്, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് HIV ഉള്ള പേഷ്യൻസിനടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേക ജെൻഡർ സാധനങ്ങളൊക്കെ, ഉദാഹരണത്തിന് ഗേ, ലെസ്ബിയൻ പോലത്തെ പാർട്ടിസിപ്പൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവർ മൊത്തത്തിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആദ്യം ഒരു ഇൻഫോർമൻറ്റ് ആദ്യം നമുക്കൊരു സീഡിനെ കിട്ടും. ഓക്കെ, ഡാറ്റ കളക്ട് ചെയ്യുന്ന ആൾക്ക് ഞാൻ എക്സ്പെർട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അയാളാണ് ഒന്നാമത്തെ ആൾ, അതാണ് സീഡ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇയാളെടുത്ത് നമ്മൾ ഡാറ്റ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഇയാൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് ഇയാളെടുത്തു നിന്നാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലുള്ള എന്ത് ചെയ്യുക, അടുത്ത ഘട്ടത്തിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്കൊരു സീഡ് ഇനീഷ്യൽ മെമ്പറിനെ കിട്ടും, ഇയാളടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഇയാൾ നമുക്ക് 2 പേരെ പറഞ്ഞിരുന്നു. ഓക്കെ, ഒന്നോ രണ്ടോ ആൾക്കാർ പറഞ്ഞിരുന്നു. അയാളുടെ നമ്മൾ അടുത്ത ആൾ കിട്ടുന്നു, അങ്ങനെ അങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് വലുതായിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എല്ലായിടത്തും നമുക്ക് വർക്ക് ആവില്ല. ഓക്കെ, നമുക്ക് ഡാറ്റ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഡയറക്റ്റ് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളതുമായ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് പൊതുവെ സ്നോബോൾ സാമ്പിളിംഗ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ടു അസസ് ഹാർഡ് ടു റിസർച്ച് പോപ്പുലേഷൻ ടു റീച്ച് പോപ്പുലേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോപ്പുലേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ഇല്ലാത്ത ഇടങ്ങളിലേക്ക് കയറി ചെല്ലാൻ മീൻസ് ഡാറ്റ കളക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്പ് ആയിരിക്കും ഈ പറയുന്ന ഈ സ്നോബോൾ സാമ്പിളിംഗ്. അതുപോലെ നെറ്റ്വർക്ക് ബിൽഡിംഗ്, ഒരു വലിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് കൊണ്ട് സാധിക്കും. കാരണം നമുക്ക് കൂടുതലായിട്ടും ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും, നല്ലപോലെ ഇൻഡെപ്ത് ആയിട്ടുള്ള എന്താ പറയുക ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുപോലെ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാനും ആ ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും കൂടി സഹായിക്കുന്നതാണ്. പിന്നെ കോസ്റ്റ് എഫിഷ്യൻസി. ഓക്കെ, കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, കാരണം മറ്റ് രീതിയിൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് എഫിഷ്യൻസി കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ സ്നോബോളിനകത്ത് അവർ പറയാൻ തയ്യാറാവുകയും അവരിൽ നിന്ന് കണ്ടെത്താൻ ഈസി ആയിരിക്കും ചെയ്യും. ഓക്കെ, അടുത്ത സെലക്ഷൻ ബയാസ്, തീർച്ചയായിട്ടും സെലക്ഷൻ ബയാസ് വരാം. അതുപോലെ ലാക്ക് ഓഫ് ജനറലൈസബിലിറ്റി കുറവായിരിക്കും. ഡിഫിക്കൽട്ടി ടു എസ്റ്റിമേറ്റിംഗ് സാമ്പിൾ സൈസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയുന്നതും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ വളരെ കുറവായിരിക്കും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൂടിയാണ്. ഓക്കെ, അതുകൂടി ശ്രദ്ധിക്കണം. ഇനിയുള്ളത് സാച്ചുറേഷൻ സാമ്പിളിംഗ്. സാച്ചുറേഷൻ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഉപയോഗിക്കാത്ത സാമ്പിളിംഗ്, നമ്മൾ സാച്ചുറേഷൻ സാമ്പിളിംഗ്, ഡെൻസ് സാമ്പിളിംഗ് എന്നൊക്കെ പല രീതിയിലുള്ള
ഇത്രയും വളരെ റയർ ആയിട്ട് ഉപയോഗിക്കുന്ന സാമ്പിളിംഗ്. നമ്മളൊരു തിയറി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെത്തഡോളജിക്കൽ സാധനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ടഡ് തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാച്ചുറേഷൻ സാമ്പിളിംഗ്. അതായത് ഈസ് ഡിഫൈൻസ് ഡ്രോയിങ് ഓൾ എലമെന്റ്സ് ഓർ ഇൻഡിവിജ്വൽ ഹാവിങ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഞാനാണ് റിസർച്ച് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ മുഴുവൻ ക്യാരക്ടറിസ്റ്റിക്സും അളന്ന് തൂക്കിയിട്ട് പറയുന്നത്. ഇനി അയാളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത് സാച്ചുറേറ്റഡ് ആയിരിക്കും, മുഴുവൻ കളക്ട് ചെയ്തിരിക്കും. ഓക്കെ, സാച്ചുറേഷൻ സാമ്പിളിംഗ്സ് കോമൺലി എംപ്ലോയ്ഡ് ഇൻ സ്റ്റഡീസ് ഓഫ് സീക്കിംഗ് ഡെവലപ്പ് റിഫൈൻ ഉണ്ടാവും. ഒരു റിഫൈൻ തിയറീസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ കിട്ടിയിട്ടുള്ള ഡാറ്റ വളരെ കുറഞ്ഞ ഡാറ്റ മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. പക്ഷെ അതിൽ നമ്മൾ മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യുന്നു, സാച്ചുറേറ്റഡ് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന സാച്ചുറേഷൻ സാമ്പിളിംഗ്. പൊതുവേ വളരെ വളരെ കുറവാണ്. നമ്മളൊരു തിയറി ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് തിയറി ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരു മെത്തഡോളജിയാണ് സത്യം പറയുകയാണെങ്കിൽ സാച്ചുറേഷൻ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കൂടി നമുക്ക് പറയാം. ഓക്കെ, എന്തായിരിക്കും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്? പ്രധാനമായിട്ടും തിയറി ഡെവലപ്പ്, നല്ലൊരു തിയറി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെപ്ത് ആൻഡ് റിച്ച്നെസ്, അതായത് അയാളെ കുറിച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഇനി അങ്ങോട്ട് ഒന്നും കിട്ടാനില്ല എന്ന് പറയുമ്പോൾ ഡെപ്ത് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കും, ഡാറ്റ ഡ്രിവൺ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതുപോലെ ലിമിറ്റേഷൻ നമുക്ക് അറിയാം, റിസോഴ്സ് ഇൻറ്റൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ടൈം ഒരുപാട് എടുക്കും. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ഓൺ ദ അനലിറ്റിക്കൽ സ്കിൽ, ഇത് എടുക്കുന്ന ആൾക്ക് അതിനുള്ള സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഒരു ഇത്ര വയസ്സുള്ള ഈ ഏജ് റേഞ്ചിലുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ഡോക്ടർമാർ, ഉദാഹരണത്തിന് ഹോസ്പിറ്റലിൽ 50 വയസ്സിന് മുകളിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടറെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അവരിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡെപ്ത് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ കൂടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, ഡാറ്റ ചോദിക്കുന്ന സമയത്ത് എന്താ ചോദിക്കാറുള്ളത്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്നുള്ളത്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നേരത്തെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അതിന് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നേരത്തെ പറഞ്ഞ മാതിരി 4 എണ്ണം. ഓക്കെ, 4 എണ്ണം ഉള്ളത്. ക്വാട്ട സാമ്പിളിംഗ് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ക്വാട്ട സാമ്പിളിംഗ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാട്ട സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് മാതിരിയാണ്, പക്ഷെ നോൺ റാൻഡം എന്തുണ്ടാവില്ല, റാൻഡം സെലക്ഷൻ ഉണ്ടാവില്ല, റാൻഡം സെലക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ഓർ കൺവീനിയൻസ് സാമ്പിളിംഗ്, നമ്മൾ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യുന്നത്, നമുക്ക് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യുന്നതാണ് ഈ പറയുന്ന ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പിന്നെ ജഡ്ജ്മെൻ്റൽ പർപ്പസ് സാമ്പിളിംഗ് കുറച്ചുകൂടി എക്സ്പേർട്ടായ ആൾക്കാർക്ക് കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. ഓരോന്നിനുള്ളൊരു ഈ പറയുന്ന പ്രധാനപ്പെട്ട ടേമുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സ്നോബോൾ സാമ്പിളിംഗ് വെരി ഹാർഡ് ടു ഗെറ്റ്, നമുക്ക് ഡാറ്റ ഹാർഡ് ടു ഗെറ്റ് ഡാറ്റ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെയുള്ള നമ്മളെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ സാച്ചുറേഷൻ സാമ്പിളിംഗ്, അതുപോലെ തന്നെ ഒരു മാക്സിമം സാച്ചുറേറ്റഡ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഒരു തിയറി ഡെവലപ്മെൻറ്റ് ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന ഡാറ്റയാണ് ഈ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ സാച്ചുറേഷൻ സാമ്പിളിംഗ്. ഇനി ഒരുപാട് പല രീതിയിലുള്ള സാമ്പിളിംഗ് ഉണ്ട്, ഡെൻസ് സാമ്പിളിംഗ്, അതുപോലെ തന്നെ മിക്സഡ് സാമ്പിളിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങളെങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് എന്താണ്, ഇത് ചോദിക്കുന്ന സമയത്ത് ക്വാട്ട സാമ്പിളിംഗ് എന്താണ്, അതിനെക്കുറിച്ചൊരു 3-4 പോയിന്റ്സ് പറയാം. നേരത്തെ പറഞ്ഞ 3-4 പോയിന്റ്സ് പറയാം. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾ പറയാം, എക്സാമ്പിൾ നിർബന്ധമാണ്, എക്സാമ്പിൾ പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും, അതുപോലെ തന്നെ ആക്സിഡൻ്റ് സാമ്പിളിങ്ങിനകത്തും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട 3 കണ്ടൻസ് പറയാം, പ്രധാനപ്പെട്ട സാധനങ്ങൾ ഡിഫൈൻ ചെയ്യുക, എക്സാമ്പിൾ പറയാം, അതുപോലെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രോബബിലിറ്റി സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ചെറിയ മാർക്ക് മുതൽ വലിയ മാർക്ക് വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അതിനകത്ത് നിങ്ങൾക്ക് പ്രോബബിലിറ്റി മാത്രം ചോദിക്കാം, നോൺ പ്രോബബിലിറ്റി മാത്രം ചോദിക്കാം, നോൺ പ്രോബബിലിറ്റിയും ചോദിക്കാം, അതിൽ പ്രോബബിലിറ്റി ടൈപ്പ് മാത്രം ചോദിക്കാം, നോൺ പ്രോബബിലിറ്റി ടൈപ്പ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഇവ രണ്ടും തമ്മിലും ചോദിക്കാം. ഓക്കെ, മൊത്തത്തിൽ സാമ്പിളിംഗ്, വാട്ട് ആർ ദ സാമ്പിളിംഗ് ടെക്നിക്സ് ഇൻ സൈക്കോളജി റിസർച്ച് മെത്തഡോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15 മാർക്കിനോ 10 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും. പക്ഷെ ഒന്നും തന്നെ എപ്പോഴും പറയുന്നത് ഒന്നും തന്നെ കാണാതെ പഠിച്ച് പറയേണ്ട സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ പഠിച്ചു പോവുക. കാരണം ഇവിടെ ഈ ഓരോ ടേമിനും ഓരോ ടെക്നിക്കിനും ഓരോ രീതിയിലുള്ള കീ വേർഡ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ക്വാട്ട ഉള്ളതുപോലെ, ഇവിടെ കൺവീനിയൻ്റ് ഉള്ളതുപോലെ, ഇവിടെ എന്ത് ചെയ്യണം എക്സ്പേർട്സ് എന്ന് പറഞ്ഞ പോലെ, ഇവിടെ ഹാർഡ് ടു ഗെറ്റ് എന്ന് പറഞ്ഞ പോലെ, ഇവിടെ ഈ തിയറി ഡെവലപ്മെൻറ്റ് പോലെ സാച്ചുറേറ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ്
കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് വെക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ഇനി എന്താണ്, എങ്ങനെയാണ് സാമ്പിളിങ്ങിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ നീഡ്സും അതുപോലെ ഫണ്ടമെന്റൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്